നമസ്കാരം. ഉടനെ അടുത്ത അപ്ഡേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വാഹനം. ലുക്ക്, മൈലേജ്, കംഫർട്ട് എല്ലാം ഒറ്റ പാക്കേജിൽ. മാരുതി നെക്സയുടെ രണ്ടാമൻ ബലേനോ. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ പ്രീമിയം ഹാച്ച് ബാക്കുകളിൽ ഇന്നും സെഗ്മെൻറ്റിൽ ശക്തമായ സ്ഥാനം വഹിക്കുന്ന കാർ. ഇനി ഇത് വാങ്ങണോ, പുതിയ അപ്ഡേഷൻ വരെയല്ലേ, അങ്ങനെയൊക്കെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയണം. നോക്കാം. എല്ലാ വശത്തുനിന്നും ഒരാനച്ചന്തമുണ്ട്. അത്യാവശ്യം റോഡ് പ്രസൻസ് ഉള്ള കാറാണ് ബലേനോ. മുൻവശത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ പ്രധാനമായും ഈ വലിയ നീണ്ട ഗ്രില്ല്, അതിന് ബോർഡർ പോലെ ഈ ക്രോം കണ്ട കാളക്കൊമ്പ് പോലെയുണ്ട്. ഈ ക്രോമിൻ്റെ രണ്ട് വശങ്ങൾ എൻഡ് ചെയ്യണത് ഹെഡ്ലൈറ്റിലാണ്. ഹെഡ്ലൈറ്റിനെ പറ്റി പറയണമെങ്കിൽ കാറിന് കുറച്ചുകൂടെ ക്യാരക്ടർ കൊടുക്കാൻ കഴിയുന്നുണ്ട്. പ്രധാന കാരണക്കാരൻ ഈ LED ട്രൈയാരോ DRL തന്നെയാണ്. പക്ഷേ ഈ DRL ടോപ്പ് എൻഡ് ആയ ആൽഫയിലും പിന്നെ ഈ കാണുന്ന സീറ്റയിലും മാത്രമേ ഉള്ളൂ. സ്മോക്ക്ഡ് ആണ്, സിംഗിൾ ബാരൽ LED പ്രൊജക്ടർ സെറ്റപ്പ്. ഫുൾ LED എന്ന് കരുതി വന്നപ്പോൾ ദാണ്ട ഇൻഡിക്കേറ്ററിൻ്റെ രൂപത്തിൽ ഒരു ഹാലജൻ. സീറ്റ് മുതൽ ഓട്ടോ ഹെഡ് ലാമ്പ് ഫംഗ്ഷനും ഉണ്ട്. പിന്നെ ഈ കാണുന്ന LED ഫോഗ് ലാമ്പ് ആൽഫയിൽ മാത്രം ഉള്ളതാണ്, ഇതിൽ ആക്സസറി ചെയ്തതാണ്. അതിനോട് ചേർന്ന് എയർ ഡാമും കാണാം. പിറകിലോട്ട് വന്നപ്പോഴും ഭംഗിക്കോട്ടും കുറവൊന്നും തോന്നിയില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്. ടെയിൽ ലാമ്പിലും മുന്നിൽ കണ്ട ട്രൈ ആരോ ഡിസൈൻ കാണാം. പാർക്കും ബ്രേക്ക് ലാമ്പും LED ആണ്, പക്ഷേ റിവേഴ്സും ഇൻഡിക്കേറ്ററും ഹാലജനാണ്. 4 ബട്ടണുള്ള പാർക്കിംഗ് സെൻസർ കാണാം. ബൂട്ട് മാഗ്നറ്റ് ഓപ്പണറാണ്. സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഡിസൈൻ കൊള്ളാം. അതിൻ്റെ കൂടെ സ്റ്റോപ്പ് മൗണ്ടഡ് ലാമ്പ് കാണാം, അത് LED ആണ്. പിന്നെ ഈ ഡീഫോഗർ, ഈ പറഞ്ഞതെല്ലാം ബേസ് വേരിയൻ്റ് ആയ സിഗ്മ ഡെൽറ്റ വരെ ഉള്ളതാണ്. ഇനി സീറ്റ് മുതൽ തുടങ്ങുന്നതാണ് ഈ റിയർ വൈപ്പർ വാഷർ. ഫസ്റ്റ് ജെൻ ബലേനയിൽ ഡെൽറ്റ മുതലുണ്ടായിരുന്നത്, അതായത് സെക്കൻഡ് വേരിയൻറ്റ് മുതലുണ്ടായിരുന്നത്. സെക്കൻഡ് ജനറേഷൻ ബലേന വന്നപ്പോൾ അത് തേർഡ് വേരിയൻറ്റിൽ മുതലൊക്കെ ഉള്ളൂ, അതായത് സീറ്റ വേരിയൻറ്റ്. പിന്നെ ഈ ക്രോം ബീഡിങ് ഫസ്റ്റ് ജനറേഷനിലും ഇതുപോലെ ഉണ്ടായിരുന്നു. ബോഡിയുമായി ഒരു ബന്ധമില്ലാത്ത ഭാഗം പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇതിനുള്ളിലാണ് റിവേഴ്സ് ക്യാമറ കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സൈഡ് പ്രൊഫൈൽ. ആദ്യം ഈ പുൾ ടൈപ്പ് ഹാൻഡിൽസ്. സീറ്റ് മുതൽ ക്രോമാണ്. പാസീവ് ബട്ടൺ ഡ്രൈവർ സൈഡ് മാത്രമല്ല കോ ഡ്രൈവർ സൈഡും കാണാം. സോ വിച്ച് മീൻസ് സ്മാർട്ട് കീ ആണ്. പുഷ് ബട്ടൺ തുടങ്ങുന്നതും സീറ്റയിലാണ്. ഈ ഒരു കളറും ക്രോമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഹഡ്സൺ ഹോർണറ്റിന് ഓർമ്മ വരുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. അടുത്തത് ഈ ORVM ആണ്. ഇത് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രിക് ഫോൾഡബിൾ ആണ്. പിന്നെ ഈ LED ടേൺ ഇൻഡിക്കേറ്ററും കാണാം. ഇനി വീൽസ്. സീറ്റയിലും ആൽഫയിലും മാത്രമാണ് ഈ 195/55 R16 കാണുന്നത്. ആൽഫയിലാണ് ഈ അലോയ് ഡിസൈൻ ഡ്യുവൽ ടോൺ ആയിട്ട് മാറും. ബേസ് മിഡ് വേരിയൻറ്റിൽ 185/65 R15 ആണ്. പക്ഷേ സ്പെയർ വീൽ ഡൗൺ സൈസാണ്. ഇവിടെ പതിറ്റാണ്ടുകളായി വിശ്വസ്ത സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഒരുപാട് കളറുകളും ഒരുപാട് വാഹനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഡാഷ്ബോർഡ്. 80s-ലെ 90s-ലേക്ക് ട്രെൻഡ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടുത്തെ കോമ്പിനേഷൻ ഒരു ബ്ലൂ വിത്ത് ബ്ലാക്ക് ആണ്. പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട് ഫ്രോങ്സിൻ്റെ കളർ കോമ്പിനേഷൻ. സെൻട്രലിൽ 7 ഇഞ്ച് സ്മാർട്ട് സ്റ്റുഡിയോ കാണാം. അത്യാവശ്യം റെസ്പോൺസീവാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, കാർ പ്ലേ ഒക്കെ വയർലെസ് ആയിട്ടുണ്ട്. ഓട്ടോ AC ബേസ് വേരിയൻറ്റ് മുതലേ ഉണ്ട്. പിന്നെ 12 വോൾട്ട് സോക്കറ്റ്, ടൈപ്പ് A USB പോർട്ട് കാണാം. തൊട്ട് താഴെ ഫോൺ വയ്ക്കാൻ കുറച്ച് പ്ലേസ് കാണാം. 2 കപ്പ് ഹോൾഡർ കാണാം. മ്യൂസിക് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ 4 ഡോർ സ്പീക്കർ, 2 ട്യൂട്ടർ കാണാം. IRVM മാനുവൽ ഡിമ്മാണ്. ഡ്രൈവർ സൈഡ് ഷെയ്ഡിൽ ടിക്കറ്റ് ഹോൾഡർ കണ്ടില്ല. കോ ഡ്രൈവർ സൈഡ് ഒരു വാനിറ്റി മിററുണ്ട്. സെൻറ്ററിലായി 2 റീഡിംഗ് ലാമ്പ് കാണാം. മൈക്കില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. സെൻറ്ററിലും ഒരു റീഡിംഗ് ലാമ്പ് കാണാം. 2 ഹാലജൻ തന്നെയാണ്. സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് ഹാൻഡിലുകളാണ്. ഇനി ഡോർ പാഡ്സിലോട്ട് വന്ന ബേസ് മുതൽ 4 ഡോർ പവർ വിൻഡോ ആണ്. അതിൽ ഡ്രൈവർ സൈഡ് 1 ടച്ച് ഡൗണും അപ്പും കാണാം. ഈ ഗ്ലോസി ബ്ലാക്ക് ടച്ച് സീറ്റ് മുതലുള്ളതാണ്. പിന്നെ കുറച്ച് ഭാഗം ലെതററ്റാണ്. പിറകിലും ആ കോമ്പിനേഷൻ തന്നെ. ഒരു ഡീറ്റെയിലിങ്, ഇത് ഫിംഗർ ഹോൾഡറാണ് കേട്ടോ. സസ്പെൻഷൻ സ്മൂത്താണ്, അത്ര ഹാർഡല്ല, എന്നാൽ ബൗൺസി അല്ല, നല്ല ഡാമിങ് ഒക്കെ ഉണ്ട്. മുന്നിൽ സ്റ്റഡ് സെറ്റപ്പും പിറകിൽ കോയിൽ വിത്ത് ഡാമ്പർ സെറ്റപ്പും. മുന്നിലെ 2 സീറ്റും സോഫ കംഫർട്ട് എന്ന് പറഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് വലുപ്പവും ബോൾസ്റ്റേഴ്സൊക്കെ ഉള്ള ഒരു വിശാലമായ സീറ്റാണ്. വലിയ ഹെഡ് റെസ്റ്റാണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഒപ്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം. അത് ലെതർ റാപ്പിഡ് ആണ്. അതിനോട് ചേർന്ന് റിയർ AC വെൻറ്റും AC പോർട്ടും കാണാം. ഒപ്പം ഡ്രൈവർ സൈഡ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റും ചെയ്യാം. ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം സീറ്റ് മുതലാണ്. പിറകിലോട്ട് വന്നാലും വർണ്ണിക്കാതെ പോകാൻ പറ്റൂല. ആദ്യമായി ലെഗ് റൂം ഒരു സെഡാനെ പോലെ വിശാലവും. പിന്നെ ഈ സീറ്റ് 6 അടി ഉയരക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ കംഫർട്ടായിരിക്കും. അതിനർത്ഥം അവർക്ക് യാത്ര ചെയ്യാൻ പറ്റൂലെന്നല്ല.
ഇവിടെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം, അതും ബേസ് വേരിയൻറ്റ് മുതൽ. ഹാൻഡ് റെസ്റ്റ് ഇല്ല, പകരം 60/40 സീറ്റ് കോൺഫിഗറേഷനാണ്, അതും ബേസ് മുതൽക്ക്. അതിൻ്റെ ലോക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അല്പം ഉയർന്ന സെൻറ്റർ ടണലാണ്. ഗ്ലോ ബോക്സ് അത്യാവശ്യം വലുതാണ്, കോൾഡ് അല്ല, പക്ഷേ ലൈറ്റ് ഉണ്ട്. 4 ഡോറിലും ബോട്ടിൽ ഹോൾഡർ കാണാം. ഡ്രൈവർ സൈഡിന് താഴെയായി ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഈ ആംറസ്റ്റിൻ്റെ അകത്ത് പിറകിൽ ഡ്രൈവർ സൈഡില്ല, കോ ഡ്രൈവർ സൈഡിന് പിറകിൽ മാത്രമായി മാഗസീൻ പോക്കറ്റ് കാണാം. 318 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കാണാം. ബൂട്ട് ലിപ്പിന് കുറച്ച് ഉയരം കൂടുതലാണ്, ലഗേജ് എടുക്കാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ ചെറിയ ഫിംഗർ ഹോൾഡർ കാണാം. സീറ്റ് മുതൽ ബൂട്ട് ലാമ്പ് കാണാം. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ്, സീറ്റ് വരെയും ലെതർ റാപ്പ് അല്ല, ക്രൂയിസ് കൺട്രോൾ ഇല്ല. ഡെൽറ്റ മുതൽ ഓഡിയോ കൺട്രോൾസും കോൾ ബ്ലൂടൂത്ത് കൺട്രോൾസൊക്കെ കാണാം. പക്ഷേ സീറ്റയിൽ ടിൽറ്റ് മാത്രമല്ല, ടെലിസ്കോപ്പിക്കും ഉണ്ട്. ഗിയർ ലെവർ കുറച്ച് ഉയർന്നാണ് ഇരിക്കണം. സ്വിഫ്റ്റ് ഓടിക്കുന്നവർക്ക് ആ വ്യത്യാസം മനസ്സിലാകും. ഗിയർ ബോക്സ് സ്ലീക്ക് ഷിഫ്റ്റാണ്, ലൈറ്റാണ്. ക്ലച്ച് ലൈറ്റാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെഡ് പെഡലും കാണാം. ഈ കോക്പിറ്റിലെ ഏറ്റവും ആകർഷണീയമായ ഭാഗം ഈ അനലോഗ് ക്ലസ്റ്ററാണ്. നടുക്കൊരു കളർ TFT കാണാം, ആവശ്യത്തിന് ഇൻഫോർമേറ്റീവുമാണ്. ശേഷം മോശം തോന്നിയത് ഈ പിന്നുകളാണ്. ഡ്രൈവിംഗ് സ്റ്റാറ്റസ് ലൈവായിട്ട് അറിയാനും പറ്റും ഈ ഒരു ഗ്രാഫിലൂടെ. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാത്ത ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റൊക്കെയുള്ള മാരുതിയുടെ 1.2 ലിറ്റർ NA എഞ്ചിൻ, ഏകദേശം 88-89 bhp, 113 Nm ടോർക്കൊക്കെയുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഒരു എഞ്ചിൻ. ഇൻസുലേഷൻ കാണാം, അണ്ടർ എഞ്ചിൻ കവറും കാണാം. എല്ലാ ആവശ്യത്തിനും ഇവിടെയുണ്ട്, ഒന്നും ഓവറല്ല. പെപ്പിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിനർത്ഥം ഒരു ഹോട്ട് ഹാച്ച് അല്ല, പക്ഷേ റിലയബിലിറ്റി, റിഫൈൻമെൻറ്റ്, മൈലേജ് ഇതിനൊക്കെ എക്സ്പേർട്ടാണ്. നിങ്ങൾക്കൊരു ഓൾറൗണ്ടറാണ് വേണ്ടതെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ബലേനോ വാങ്ങാം. പക്ഷേ ഡ്രൈവിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യണ വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ബലേന നിരാശപ്പെടുത്തും. ഹൈ സ്പീഡിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. സ്റ്റെബിലിറ്റി ചെറുതായിട്ട് കുറയും, പക്ഷേ ഫസ്റ്റ് ജെൻ ബലേനോ വെച്ച് നോക്കുമ്പോൾ മെറ്റൽ സ്ട്രെങ്തും വെയിറ്റും കൂടുതലാണ് ഈ സെക്കൻഡ് ജെൻ ബലേനയ്ക്ക്. ഇത് ഡോറ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ അറിയാനും ഉണ്ട്. ഈ സ്റ്റെബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്ന 100-ന് മുകളിലൊക്കെ പോകുമ്പോഴാണ്. നമ്മുടെ നാട്ടിലെ ലീഗൽ സ്പീഡിനൊന്നും ഇതൊരു ബാധകമേ അല്ല. വേണമെങ്കിൽ അത്യാവശ്യം പൊളിക്കാവുന്ന മൂഡ് തന്നെയാണ് ബലേനയ്ക്കുള്ളത്, പക്ഷേ അത് മാത്രം ഫോക്കസ് ചെയ്ത് ബലേനയെ വാങ്ങിക്കല്ല്. ഈ എഞ്ചിന് സപ്പോർട്ടായി 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AGS-ഉം ഉണ്ട്. AGS സ്ലഗ്ഗിഷ് എന്ന് പറഞ്ഞ് ഒഴിയുന്നില്ല, പക്ഷേ പ്രാക്ടിക്കാലിറ്റിയാണ്. മാന്യമായി ഓടിച്ച മാനുവലിനെക്കാട്ടി മൈലേജ് ഉണ്ടെന്നാണ് അവകാശവാദം. നിലവിൽ ഈ ഒരു ഡ്രൈവിൽ എനിക്കൊരു 16-17ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാനുവലിലെ റിയൽ ലൈഫ് റേഞ്ച് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ റിയൽ ലൈഫ് റേഞ്ച് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപയോഗമാവും. ഇനി മാനുവൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇനി ഇതല്ല, ഇതിൽ കുറവാണ് മൈലേജ് അല്ലെങ്കിൽ ഇതിൽ കൂടുതലാണ് മൈലേജ് എങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. അപ്പോഴിത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഉപയോഗം വരും. ഇതാണ് ബലേനയുടെ ഏകദേശ വില വിവരം. ഇത് കൺസ്യൂമർ ഓഫറിനനുസരിച്ച് മാസം തോറും വിലയ്ക്കൊക്കെ വ്യത്യാസം വരും. ഏകദേശം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പെട്രോളിന് മാത്രമല്ല CNGയിലും ബലേന ലഭ്യമാണ്. ഡെൽറ്റ, സീറ്റ ഈ 2 വേരിയൻറ്റിലാണ് CNG അവൈലബിൾ. അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും കാണും. ഇത് CNGയുടെ വില ഏകദേശമാണ് കേട്ടോ. ഇത് മൈലേജ്, ഇവിടെയും ഏകദേശം. ഇവ രണ്ടും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, കാരണം ടൗണും ഓഫറും അനുസരിച്ച് പ്രൈസ് മാറും. ഡ്രൈവിംഗ് കണ്ടീഷൻ, ട്രാഫിക് ആയിരിക്കാം, അല്ലെങ്കിൽ വാഹനത്തിലെ ലോഡായിരിക്കാം, നമ്മളെ ഡ്രൈവിംഗ് സ്റ്റൈലായിരിക്കാം. ഇത് മൈലേജിനെ പല രീതിക്കായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. CNGയുടെ ബൂട്ട് സ്പേസ് ആണ് പ്രശ്നം. CNG എന്നാണ് പേരെങ്കിലും പെട്രോൾ ഓപ്ഷൻ ആ വാഹനത്തിൽ കാണും. CNG പെട്രോൾ വേരിയൻറ്റിനേക്കാൾ അല്പം പവർ കുറവാണ്. അത് മനസ്സിലാകുന്നത് ഹില്ലി ഏരിയയിലും നിറയെ ആൾക്കാരെയൊക്കെ വെച്ച് ഓവർടേക്ക് ചെയ്യുന്ന സാഹചര്യത്തിലുമായിരിക്കും. തുടക്കത്തിൽ പറഞ്ഞില്ലേ, എല്ലാ ആവശ്യത്തിനേ ഉള്ളൂ. ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ്. എന്തായാലും ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ അത്രയും വരില്ല. റിഫൈൻമെൻറ്റ്, സ്മൂത്ത്നെസ്, താരതമ്യേന മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻ കുറഞ്ഞ 4 സിലിണ്ടർ എഞ്ചിൻ ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉടനെ തന്നെ ഈ ബലേന വാങ്ങാം. അല്ലേ അടുത്ത അപ്ഡേഷനിൽ ഇപ്പോൾ സ്വിഫ്റ്റിൽ കാണുന്ന Z സീരീസ് 3 സിലിണ്ടർ എഞ്ചിൻ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ബലേനയിലെത്താൻ സാധ്യതയുണ്ട്. ഒപ്പം ഫ്രോങ്സിലൊക്കെ കാണുന്ന ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനും എന്നൊക്കെയാണ് റൂമർ.
അതല്ല പുതിയ അപ്ഡേഷനാണ് താല്പര്യമെങ്കിൽ വീണ്ടും പറയുന്നു, ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് വാങ്ങിക്കുക ഏത് വണ്ടിയാണെങ്കിലും. വീണ്ടും കാണാം. ആദർശ് ഫെസ്റ്റിവൽ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോ ക്യാപ്സൂൾ.